ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ദിലീപ് നായകനെ എത്തിയ പ്രിൻസ് ആൻഡ് ഫാമിലി പെർഫെക്റ്റ് ഫാമിലി ട്രീറ്റ് നൽകി തന്നെ 10 ദിനങ്ങൾ പിന്നിട്ട് 11ാം ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു തിങ്കളാഴ്ചയും സിനിമ മികച്ച തുടക്കം തന്നെയാണ് നൽകിയിരിക്കുന്നത്. എന്താണെങ്കിലും 10 ദിനത്തെ സിനിമയുടെ കളക്ഷനും കാര്യങ്ങളുമൊക്കെ ആയിട്ട് വരാം. വേൾഡ് വൈഡ്, റെസ്റ്റ് ഓഫ് ഇന്ത്യ, ഓവർസീസ്, കേരള ഒക്കെ നമുക്കൊന്ന് നോക്കാം. അതിന് മുന്നോടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയോട് ചെയ്യുകയാണ്. ഇവിടെ പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് 9 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ലഭിച്ചിരുന്നത് 8.5 കോടിയായിരുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ലഭിച്ചിരുന്നത് 1,75,00,000 രൂപയായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് 10ാം ദിനം കടക്കുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് നോക്കാം. കേരളത്തിൽ നിന്ന് സിനിമ 9,90,00,000 രൂപയിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് 10 കോടിക്ക് 10 ലക്ഷം രൂപയുടെ കുറവ് മാത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് ഈ സമയത്ത് സിനിമ 10 കോടി കടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പിക്കാം. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സിനിമയ്ക്ക് ഇന്നലെയും 10 ലക്ഷം രൂപയാണ് കളക്ഷൻ വന്നത്. അങ്ങനെ 1,85,00,000 രൂപയാണ്. ഓവർസീസിൽ നിന്ന് സിനിമ 530K കടന്നിരിക്കുകയാണ്. അതായത് 4,50,00,000 രൂപ കടന്നിരിക്കുന്നു. ഇതുവരെ സിനിമ 13 കോടിയായിരുന്നു 9 ദിനങ്ങൾ കൊണ്ട് നേടിയതെങ്കിൽ ഇപ്പോൾ 10ാം ദിനം കടക്കുമ്പോൾ നമുക്ക് 16,30,00,000 രൂപയിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു സ്ട്രോങ് ആയിട്ടുള്ള സെക്കൻഡ് വീക്കെൻഡാണ് സിനിമയ്ക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ നമുക്ക് ട്രാക്ഡ് കളക്ഷൻസിന് ലഭ്യമായത് 434 ഷോകളിൽ നിന്നായിട്ട് 63,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 1,02,00,000 രൂപയാണ് ട്രാക്കേഴ്സ് മുഖാന്തരം വന്നത്. അതായത് 1,40,00,000 രൂപയ്ക്ക് അടുത്താണ് സിനിമയ്ക്ക് ഇന്നലെയും കളക്ഷനായി വന്നത്. അതായത് 10ാം ദിനം സിനിമയ്ക്ക് മികച്ച ഒരു കളക്ഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ശരാശരി സിനിമ 80 ലക്ഷം രൂപയോളമാണ് ഓരോ ദിവസവും കളക്ട് ചെയ്തെങ്കിൽ 10ാം ദിനം റെക്കോർഡ് വേഗത്തിൽ തന്നെ 1 കോടിയും കടന്നു പോവുകയാണ്. ജനപ്രിയ നായകൻ എല്ലാവർക്കും എങ്ങനെയാണ് എന്നുള്ളത് ഏത് വീട്ടിലെടുത്തു കഴിഞ്ഞാലും ഒരു കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. എത്ര വലിയ വലിയ നടന്മാരുടെ ഗംഭീര സിനിമകൾ വന്നാലും ദിലീപ് സിനിമകളായിരുന്നു നമ്മളുടെ TV-യിലും അതേപോലെ തന്നെ നമ്മുടെ തീന്മേശയുടെ മുന്നിലുമൊക്കെ നമ്മൾ കാത്തിരുന്ന സിനിമ. എപ്പോഴും നമ്മൾ ആ ഒരു സിനിമയിൽ തന്നെയായിരുന്നു മുഴുകിയിരുന്നത്. വല്ലപ്പോഴുമൊക്കെയാണ് ബാക്കിയുള്ള ഇതിലും വലിയ നടന്മാരുടെയൊക്കെ സിനിമകൾ കണ്ടിരുന്നത്. കാരണം കോമഡി അത്രത്തോളം നമ്മളിലേക്ക് ആ ഒരു രീതിയിലേക്ക് എത്തിച്ചത്, നാച്ചുറൽ കോമഡി എന്ന് വേണമെങ്കിൽ പറയാം, അത് ദിലീപ് തന്നെയാണ്. വേറെ ഒരാൾക്കും അതിനുള്ള അവകാശമില്ല. ഓരോ മലയാളിയും അങ്ങനെയാണ് ദിലീപിനെ നെഞ്ചിലേക്ക് ഏറ്റെടുത്തത്. ഓരോ സിനിമകളും ഏത് സിനിമ ഇറങ്ങിയാലും ആളുകൾക്ക് അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോഴും ആ ഒരു പിന്തുണ തന്നെയാണ് ജനങ്ങൾ നൽകുന്നത്. കാരണം ദിലീപ് എന്ന നടൻ അത്ര വലിയ നടന്മാർക്കിടയിൽ വേറൊരു ശൈലിയിൽ കൊണ്ടുവരികയും നമ്മളുടെയൊക്കെ വീട്ടിൽ ഒരാൾ എന്നുള്ള ലെവലിലേക്ക് മാറുകയും ചെയ്ത നടൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു പെർഫെക്റ്റ് ഫാമിലി ട്രീറ്റുമായിട്ട് പ്രിൻസ് വരുമ്പോൾ ജനങ്ങൾ പിന്തുണയും നൽകുന്നത്. ഇപ്പോൾ 20 കോടിയിലേക്ക് സിനിമ എത്തിപ്പെടാൻ പോവുകയാണ് എന്നുള്ളതാണ്. 2ാം വാരം കടക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വരുന്ന 2 അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ സിനിമ 2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം സിനിമ 20 കോടിയിലേക്ക് എത്തും. അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ ശനിയാഴ്ചക്കുള്ളിൽ സിനിമ 20 കോടിയിലേക്ക് എത്തും. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 15 കോടി എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതല്ല, നിങ്ങൾ ആരൊക്കെയാണ് ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളത് ഒന്ന് കമൻസിലൂടെ പറയാം. ഇന്നലെയും നമുക്ക് ഒക്യുപ്പൻസി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും 70% മുകളിലുള്ള ഒക്യുപ്പൻസി കാണാൻ കഴിഞ്ഞു. കോഴിക്കോട് രാധ തിയേറ്ററുകളിലാണ് നമുക്ക് ഇന്നലത്തെ ഒരു ഡീറ്റെയിൽ കിട്ടിയിരുന്ന. ബാൽക്കണി ഫുള്ളായിരുന്നു. ഫസ്റ്റ് ക്ലാസ് 70%. 500-ന് മുകളിലുള്ള ആളുകൾ ആ ഒരു തിയേറ്ററിൽ നിറഞ്ഞ് കാണുമ്പോൾ അത് തന്നെയാണ് 10ാം ദിനത്തിൽ ഈ സിനിമയ്ക്ക് ജനങ്ങൾ നൽകുന്ന പിന്തുണ. ജനപ്രിയ നായകനെ ആളുകൾ ആ രീതിയിലേക്ക് വീണ്ടും വരവേൽക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, തുടർന്നും ദിലീപിൻ്റെ മികച്ച സിനിമകൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്തു തരാം. ഗ്രേറ്റ് മീഡിയാസ്.